ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. A. പ്രസാദ് ഡെപ്യൂട്ടി മേയർ. എതിർപ്പുകളില്ലാതെയാണ് തീരുമാനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ജില്ലയിലെ നഗരസഭകളിലേക്കുള്ള അധ്യക്ഷന്മാർക്കുള്ള ചർച്ച സജീവം. 3 നഗരസഭകളിലെ അധ്യക്ഷ പദവികളിൽ തീരുമാനമായി. ചാലക്കുടിയിൽ തർക്കം രൂക്ഷം. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണയിൽ ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികൾ. പുത്തൻപീടികയിൽ അപകടത്തിൽ ബുള്ളറ്റ് യാത്രികനായ യുവാവ് മരിച്ചു. അന്തിക്കാട് സ്വദേശി റിക്സ് ആണ് മരിച്ചത്. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 240 രൂപ കൂടി 1,02,120 രൂപയായി. 1 ഗ്രാമിന് 12,765 രൂപ. വാർത്തകൾ വിശദമായി. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. A. പ്രസാദാണ് ഡെപ്യൂട്ടി മേയർ. എതിർപ്പുകളില്ലാതെയാണ് തീരുമാനമെന്ന് DCC പ്രസിഡന്റ്. നാളെയാണ് മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ്. കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ നിന്നാണ് നിജി ജസ്റ്റിൻ മത്സരിച്ച് വിജയിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച നിജി നിലവിൽ DCC വൈസ് പ്രസിഡന്റാണ്. KPCC സെക്രട്ടറിയും സിവിൽ സ്റ്റേഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച A. പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് പ്രഖ്യാപനം നടത്തിയത്. മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയറായി ഇപ്പൊ KPCCയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ A. പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് തൃശൂർ നഗരവാസികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്ന ക്രിസ്മസ് പുതുവത്സര സമ്മാനമാണ്. KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. തർക്കങ്ങളുണ്ടെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത് എന്നുള്ള വലിയ വാർത്ത മാധ്യമങ്ങൾ വരികയുണ്ട്. സത്യത്തെ കണ്ണടച്ച് കാണുന്നത് ശരിയല്ല. ഞങ്ങൾക്കുള്ള നിർദ്ദേശപ്രകാരം സ്വയറിംഗ് സെറിമണി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ പ്രൊസീഡിങ്സ് ആരംഭിച്ചത്. 21 ഈവനിങ്ങിനെ കോർ കമ്മിറ്റി മീറ്റിംഗ് ചേർന്നു. 22 പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. അതിനിടയിൽ വ്യക്തിപരമായി കൗൺസിലേഴ്സായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23-ാം തീയതി വീണ്ടും കോർ കമ്മിറ്റി യോഗം ചേർന്നു. റിപ്പോർട്ട് സഹിതം ബഹുമാനപ്പെട്ട KPCC നേതാക്കന്മാരായി സംസാരിച്ചു. ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നടപടിക്രമത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ആരെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് 19 വനിതാ കൗൺസിലേഴ്സ് ഉണ്ട്. എല്ലാവരും അർഹരാണ്, യോഗ്യരാണ്. പക്ഷെ പാർട്ടി ഒരാളെ ഒരു സമയത്ത് ആക്കാൻ പറ്റും. അതേസമയം മേയർ സ്ഥാനത്തേക്ക് ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ടായിരുന്നു. TCV തൃശൂർ. ക്രിസ്മസ് ദിനത്തിൽ കിട്ടിയ സമ്മാനമാണ് മേയർ സ്ഥാനമെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുമെന്നും നിജി TCVയോട് പ്രതികരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ ഭരണം ഇനി നിജി ജസ്റ്റിന്റെ കൈകളിലാണുള്ളത്. വളരെ സന്തോഷമുണ്ട് എനിക്കിങ്ങനെ ഈ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഇങ്ങനൊരു പദവി എന്നെ കോൺഗ്രസ് പാർട്ടി എന്നെ ഏൽപ്പിച്ചതിൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ കൂട്ടായ റെസ്പോൺസിബിലിറ്റി, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂർ നഗരത്തിനെ മൊത്തത്തിലൊന്ന് മാറ്റാൻ പോകുന്നത്? ഞങ്ങളുടെ DCC നേതൃത്വം അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി തീരുമാനിച്ച് കൂടെയുള്ള എല്ലാ കൗൺസിലേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ച് ഒരുമിച്ച് തൃശ്ശൂരിൻ്റെ അടിസ്ഥാനപരമായ വികസനം ഒരു വശത്ത്, സമഗ്രമായ വികസനം ഒരു വശത്ത്, മറുവശത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട്
എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാഡത്തിൻ്റെ ഒപ്പം ഈ ഒരു ലിസ്റ്റിൽ ബാക്കി 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 19 വനിതാ കൗൺസിലേഴ്സാണ് നമുക്കിപ്പോൾ വിജയിച്ചു വന്നത്. 19 പേരും മേയറാവാൻ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. അതിൽ 3 പേരുടെ പേരാണ് ഫൈനൽ ലിസ്റ്റിലേക്ക് വന്നത്. KPCCയുടെ സർക്കുലർ പ്രകാരവും KPCC കിട്ടിയ നിർദ്ദേശം പ്രകാരവും DCC എല്ലാ കൗൺസിലേഴ്സിനെയും കണ്ട് അവരുടെ അഭിപ്രായം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇതൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. കാത്തിരിപ്പിന് അവസാനമിട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷകളെയും നഗരത്തിന്റെ വികസന സ്വപ്നങ്ങളെയും ഒരുപോലെ ചുമലിലേറ്റിക്കൊണ്ടാണ് തൃശൂർ കോർപ്പറേഷന്റെ പുതിയ മേയർ അധികാരത്തിലേറാൻ പോകുന്നത്. ക്യാമറമാൻ പ്രവീണിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. വിദ്യാർത്ഥി യുവജന രംഗത്തെ തീക്ഷ്ണ സമരങ്ങളുടെ അനുഭവമായാണ് A. പ്രസാദ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്ന് തൃശൂരിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്ന് A. പ്രസാദ് പറഞ്ഞു. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഡെപ്യൂട്ടി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ കാണുന്നു ഈ ഒരു സന്തോഷത്തെ? തീർച്ചയായും സന്തോഷകരമായ നിമിഷം തന്നെയാണ്. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്ന വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് പാർട്ടി ഇത്തരമൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ തീർത്തും സന്തോഷമുണ്ട്. തീർച്ചയായും ജനങ്ങളും പാർട്ടിയും ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വം ആ വിശ്വാസത്തോടു കൂടി തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത്? അല്ല, കഴിഞ്ഞ 10 വർഷക്കാലം കോർപ്പറേഷനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമായിരുന്നു. ജനങ്ങളെ കേൾക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ ധിക്കാരപരമായ സമീപനവുമായിട്ടാണ് 10 വർഷക്കാലം LDFന്റെ ഭരണം മുന്നോട്ട് പോയത്. ആ ഭരണത്തിനെതിരായ ജനങ്ങളുടെ വിധിയെഴുത്തുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFന്റെ വൻ വിജയം എന്ന് പറയുന്നത്. UDFന് വലിയ തോതിലുള്ള വോട്ടും സീറ്റും നൽകിയാണ് ജനങ്ങൾ കോൺഗ്രസിനെ UDFനെ സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസും UDFന്റെ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകും. ജനങ്ങളെ കേട്ടുകൊണ്ട്, നഗരത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട്, അവരെ ഉൾക്കൊണ്ടുകൊണ്ട്, അവർ വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. നഗരസഭകളിലേക്കുള്ള അധ്യക്ഷന്മാർക്കുള്ള ചർച്ച സജീവം. 3 നഗരസഭകളിലെ അധ്യക്ഷ പദവികളിൽ തീരുമാനമായി. ഗുരുവായൂർ, ചാവക്കാട്, ഇരിങ്ങാലക്കുട നഗരസഭകളിലാണ് അധ്യക്ഷന്മാരെ സംബന്ധിച്ച തീരുമാനമായിട്ടുള്ളത്. ഗുരുവായൂർ നഗരസഭയിൽ സുനിത അരവിന്ദൻ ചെയർപേഴ്സണാകും. CPIയിലെ KK ജ്യോതിരാജ് വൈസ് ചെയർമാനാകും. MP ജാക്സണാണ് ഇരിങ്ങാലക്കുട നഗരസഭ ചെയർമാനാവുക. വൈസ് ചെയർമാൻമാരായി ആദ്യ 2.5 വർഷം ചിന്ത ധർമ്മരാജനും തുടർന്ന് സുജ സജീവ് കുമാറും പദവി പങ്കുവയ്ക്കും. ചാവക്കാട് നഗരസഭയിൽ AH അക്ബർ ചെയർമാനും CPMലെ ബിൻസി സന്തോഷ് വൈസ് ചെയർപേഴ്സണുമാകും. അതേസമയം കൊടുങ്ങല്ലൂർ നഗരസഭയിൽ CPIയുടെ VB രതീഷ്, EC അശോകൻ എന്നിവരിൽ ഒരാൾ ചെയർമാനാകുമെന്നാണ് സൂചന. തർക്കം രൂക്ഷമായ ചാലക്കുടിയിൽ ചെയർപേഴ്സണായി ആലിസ് ഷിബുവിനും വൈസ് ചെയർമാനായി KV പോളിനുമാണ് സാധ്യത. വടക്കാഞ്ചേരിയിൽ CPMലെ മിനി അരവിന്ദൻ ചെയർപേഴ്സണായേക്കും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകമെങ്ങും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. നക്ഷത്ര വിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകൾ ഒരുക്കിയും ക്രിസ്മസിനെ ഏവരും വരവേറ്റു. ദേവാലയങ്ങളിൽ പാതിര കുർബാന നടന്നു. അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. സഹായം വേണ്ടവരെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ 14 ആദ്യ ക്രിസ്മസാണിത്. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാത ബസലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും, മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കൊടുങ്ങല്ലൂർ സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്രൻ വീട്ടിലും കാർമ്മികത്വം വഹിച്ചു. 27 നടക്കുന്ന ബോൺ നഥാലെ ഘോഷയാത്രയോടെ തൃശൂരിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. വിവിധ ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർ ക്രിസ്മസ് സന്ദേശങ്ങൾ നേർന്നു. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരായി പങ്കുവച്ചതാണ് യേശുവിന്റെ മനുഷ്യാവതാരം. ഇന്ന് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ദൈവസ്നേഹം മറ്റുള്ളവരായി പങ്കുവയ്ക്കാനാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. സന്തോഷത്തിന്, സൗഭാഗ്യത്തിന്, സമാധാനത്തിന് ഉള്ള അടയാളവും അതിൻ്റെ മാർഗവും ഈ ഉണ്ണീശോയാണ്. ആ ഉണ്ണീശോയുടെ ഈ ക്രിസ്മസ് ആഘോഷം പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു ക്രിസ്മസ് ആകട്ടെ. സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കട്ടെ. ക്രിസ്മസ് കഴിഞ്ഞ് പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷയുടെയും പുതുജീവിതത്തിൻ്റെയും അവസരമാകട്ടെ. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആരോഗ്യവും പ്രത്യാശയും
ഞാൻ ആഹ്വാനം ചെയ്യുന്നു. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഉണ്ണീശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കണമെന്ന തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. ക്രിസ്തുമസ് പൂർണ്ണമാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ ക്രിസ്തു ജനിക്കുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തെ ഹൃദയത്തിൽ വഹിക്കുന്നവരും നാം ഇടപഴകുന്നവർക്ക് ആ വലിയ സ്നേഹ സാന്നിധ്യമായിട്ട് മാറുമ്പോഴുമാണ്. അതിന് നമുക്കെല്ലാവർക്കും ഈ ക്രിസ്തുമസ് ദിനത്തിൽ പരിശ്രമിക്കാം. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ക്രിസ്തുവിലേക്കുള്ള വിശുദ്ധയാത്രയാണ് ക്രിസ്മസ് എന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. സമാധാനം ആശംസിച്ചുകൊണ്ട് കടന്നു വന്ന സമാധാന ദൂതനായ ഈശോയുടെ ആ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനത്തിൻ്റെ ചൈതന്യം പകരുവാനായിട്ട് നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേരുന്നു. നാം ഓരോരുത്തരും സമാധാനത്തിന്റെ ദൂതന്മാരാകണമെന്ന് കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് പറഞ്ഞു. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് നമ്മെ എല്ലാവരെയും വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ് ഈ ക്രിസ്തുമസ്. നമ്മുടെ ഈ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ ആ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇവിടെ എല്ലാവർക്കും സമാധാനം പുലരുവാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും സത്യത്തിൻ്റെയും ഒരു ക്രിസ്തുമസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കട്ടെ. സംഘർഷങ്ങളും അസ്വസ്ഥതകളും തുടർക്കഥയാകുന്ന ആധുനിക കാലത്ത് സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും നിത്യഹരിത സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നതെന്ന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. സർവ്വജനതയ്ക്കുമായിട്ടുള്ള സന്തോഷത്തിന്റെ ഒരു സദ്വാർത്തയാണ് ക്രിസ്മസ്. ജാതിക്കും മതത്തിനും കക്ഷിരാഷ്ട്രീയത്തിനും അതീതമായിട്ട് സമാധാനവും സന്തോഷവും കൈവരിക്കുവാൻ ഈ ക്രിസ്മസ് സഹായിക്കട്ടെ. അതിന് നീതിക്ക് പോലും അതീതമായിട്ടുള്ള കാരുണ്യം എല്ലാ തലങ്ങളിലും പ്രകടമാക്കാനായിട്ട് സാധിക്കും. പരസ്പരം സമാധാനത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും വളർന്നു വരാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് ഈ ക്രിസ്മസ് വേളയിൽ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നത്. എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പുത്തൻപീടികയിൽ മുറ്റിച്ചൂർ റോഡിന് സമീപം ബുള്ളറ്റ് അപകടത്തിൽ ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. രാത്രി 12:30യോടെയായിരുന്നു അപകടം. അന്തിക്കാട് സ്വദേശി 32 വയസ്സുള്ള ചിരിയങ്കണ്ടത്ത് റിറ്റ്സ് ആണ് മരിച്ചത്. ബുള്ളറ്റ് മതിലിടിച്ചാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. മഞ്ഞപ്പിത്തം സ്വദേശി അറക്കവീട്ടിൽ സഫീർ, അന്തിക്കാട് സ്വദേശി മടയങ്ങാട്ടിൽ സ്വാലിഹ് എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ ഒളരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും റിറ്റ്സ് മരിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു. ഇന്ന് ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കൂടിയത്. ഇതോടെ ഗ്രാമിന് 12,765 രൂപയും പവന് 1,02,120 രൂപയുമായി. സ്വർണ്ണ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണിത്. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണങ്ങാടൻ, ഫാദർ അഗസ്റ്റിൻ കൂളപ്പുറം എന്നിവർ സഹകാർമ്മികരായി. ആഘോഷങ്ങളുടെ ഭാഗമായി തീർത്ഥകേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ഈവ് വർണ്ണാഭമായി. സെന്റ് ഫ്രാൻസിസ് സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ കൂളപ്പുറം ഉദ്ഘാടനം ചെയ്തു. നാനോ പുൽക്കൂട് മത്സരവും നക്ഷത്ര മത്സരവും ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ട്രീയും സംഘടിപ്പിച്ചിരുന്നു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. പാതിര കുർബാനയ്ക്ക് വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി റെജി ഞെരളത്തുകാരൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കരോൾ ഗാന മത്സരവും പുൽക്കൂട് മത്സരവും നടന്നു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തകൾ തുടരുന്നു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും തിരുപ്പിറവി ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി കാർമ്മികനായി. തുടർന്ന് ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം പ്രദക്ഷിണത്തോടെ പുൽക്കൂടിൽ സ്ഥാപിച്ച് ആശീർവദിച്ചു. കൈക്കാരന്മാരായ ജോഷി തേർമഠം, അനുജിത് ചിറ്റിലപ്പള്ളി, ജോർജ് വാഴപ്പള്ളി, റിൻഡോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ KCYM സംഘടന നിർമ്മിച്ച പുൽക്കൂട് ആകർഷകമായി. 10 അടി ഉയരമുള്ള മാലാഖ, 2 അടി നീളവും 3 അടി വീതിയുമുള്ള ബൈബിളുമാണ് പ്രധാന ആകർഷണം. മേഘങ്ങളും മഞ്ഞും മലയും നീരുറവയും വീടുകളും കൊട്ടാരങ്ങളും പുൽക്കൂടിൽ ഒരുക്കിയിട്ടുണ്ട്. സംഘടനയിലെ 20 പേർ ചേർന്ന് 2 ആഴ്ച സമയമെടുത്താണ് പുൽക്കൂടിന്റെ നിർമ്മാണം നടത്തിയത്. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ പിതൃവേദി സംഘടനയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി. 1 ടൺ സ്റ്റീൽ സെക്ടറിൽ സ്ഥാപിച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീക്ക് 30 അടിയോളം ഉയരമുണ്ട്. മനപ്പടി സ്വദേശി കൃഷ്ണകുമാർ, പന്നിത്തടം സ്വദേശി VK റഹീം, ജെമി, വിഷ്ണു എന്നിവരുടെ സഹകരണത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഇടവകയിലെ 3 കുടുംബങ്ങൾക്ക് ജീവകാരുണ്യ സഹായവും നൽകി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, PJ ബൈജു, സിജോ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ഇടവകയിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C. പ്രേമാനന്ദകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. 20ഓളം പാപ്പമാർ അണിനിരന്നു. സമാപന സമ്മേളനത്തിൽ വികാരി ഫാദർ ഡേവിസ് പനംകുളം അധ്യക്ഷത വഹിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ട്രീ ഗ്രാമം സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോജു എലുവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. പള്ളിയുടെ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച ട്രീ ഗ്രാമത്തിൽ ഇടവകയിലെ 26 യൂണിറ്റുകൾ പങ്കെടുത്തു. മത്സരത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് 1ാം സ്ഥാനവും സെന്റ് അഗസ്റ്റ്യൻ യൂണിറ്റിന് 2ാം സ്ഥാനവും കിട്ടി. ട്രസ്റ്റിമാരായ രാജൻ കാട്ടുകുടി, നിക്സൺ ആലപ്പാട്ട്, ചാൾസ് ആലപ്പാട്ട്, ജോൺ കല്ലിയേൽ, കേന്ദ്രസമിതി ഭാരവാഹികളായ ജോണി ചിറ്റിലപ്പള്ളി, ജോൺസൺ ചിറക്കേക്കാരൻ, ബ്രദർ ജിസ് മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. കൈക്കാരന്മാരായ KA ബേബി, MK ജോഷി, KA രാജു, ജോയ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന പാതിര കുർബാനയിലും പ്രദക്ഷിണത്തിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നക്ഷത്ര മത്സരവും കരോൾ ഗാനാലാപന മത്സരവും ഉണ്ടായി. കുട്ടികളുടെ നേതൃത്വത്തിൽ ബോൺ നഥാലെ ഫ്ലാഷ് മോബും സ്നേഹവിരുന്ന് നടന്നു. 25 അടി ഉയരത്തിൽ നിർമ്മിച്ച ക്രിസ്തുമസ് ട്രീയും 12 അടി ഉയരത്തിൽ തയ്യാറാക്കിയ നക്ഷത്രവും ആകർഷകമായി.
പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. തിരുപ്പിറവിയുടെ ശുശ്രൂഷകൾക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്കു ശേഷം സമൂഹ നോമ്പുതുറയും ഉണ്ടായിരുന്നു. രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി പൊന്നത്താലെ മാറ്റൊലിയോടെ തൃശൂർ പേരുണരുകയായി കൊട്ടുപാട്ടും കുഴൽ വിളിയോടെ ആനന്ദത്തിൻ ആർപ്പുകളോടെ. ചാവക്കാട് ബീച്ച് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ ബ്ലാങ്ങാട് ബീച്ചിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ബീച്ചിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ചാവക്കാട് SHO VV വിമൽ ഉദ്ഘാടനം ചെയ്തു. ബീച്ച് ലവേഴ്സ് ചീഫ് കോർഡിനേറ്റർ നൌഷാദ് തെക്കുംപുറം അധ്യക്ഷനായി. ചാവക്കാട് നഗരസഭാ കൌൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട KP രഞ്ജിത് കുമാർ, അഡ്വക്കേറ്റ് ഹിബ മിഷിഹാദ് എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. ബത്ലഹേം യാത്ര എന്ന പേരിൽ പറപ്പൂരിൽ ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധേയമായി. ചിറ്റിലപ്പള്ളി വീട്ടിൽ ഓമന, മക്കളായ ഡിസ്നി, ജിൻഡോ എന്നിവർ ചേർന്നാണ് മനോഹരമായി പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത്. പഴമയും തനിമയും ഇഴചേർത്ത് ആവിഷ്കരിച്ചിട്ടുള്ള പുൽക്കൂടിന്റെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. 2 മാസത്തെ പരിശ്രമം കൊണ്ടാണ് 10 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള സ്ഥലത്ത് പുൽക്കൂടിന്റെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത്. മഞ്ഞു വീണുകിടക്കുന്ന ഗ്രാമവും കൃഷിയിടവും കുളവും വീടുകളും കിണറും പാറക്കൂട്ടങ്ങളും ബത്ലഹേം യാത്രയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഡിസ്നി പറഞ്ഞു. ഒരു ഗ്രാമീണത വരുന്ന രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ മഞ്ഞുകളുണ്ട്, കുന്നുകളുണ്ട്, അതുപോലെ വയലുകളുണ്ട്, തോടുകളുണ്ട്, മരുഭൂമിയുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിട്ടുള്ളത്. പഴയ കാലത്ത് കുറേ കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് 20 വർഷമായിട്ട് നമ്മളിത് ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. കപ്പലിൽ ജോലി ചെയ്യുന്ന ഡിസ്നി ക്രിസ്തുമസ് അവധിക്ക് നാട്ടിലെത്തുന്നത് തന്നെ പുൽക്കൂട് നിർമ്മിക്കാനാണെന്ന് പറയാം. വർഷങ്ങളായി വീട്ടിൽ വലിയ പുൽക്കൂട് നിർമ്മിക്കുന്ന ഡിസ്നി ഓരോ വർഷവും വ്യത്യസ്തവും നൂതനവുമായ ആശയങ്ങളാണ് കണ്ടെത്തുക. സോഷ്യൽ മീഡിയയിലും ഇവരുടെ ബത്ലഹേം യാത്രാ പുൽക്കൂട് സൂപ്പർ ഹിറ്റാണ്. TCV ന്യൂസ്, പാവറട്ടി. ആർത്താറ്റ് കത്തീഡ്രലിൽ യെൽദോ പെരുന്നാൾ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് വികാരി VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി CI റജി, സെക്രട്ടറി KS ബെന്നി എന്നിവർ നേതൃത്വം നൽകി. ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കും. പാവറട്ടി പ്രസ് ഫോറം ക്രിസ്മസ് ആഘോഷിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനേഷ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, ട്രഷറർ K സുനിൽകുമാർ, ജോഷി വാഴപ്പുള്ളി, അബ്ബാസ് ബി രാവുണ്ണി, PA അഖിൽ എന്നിവർ സംസാരിച്ചു. വേലൂർ RMS ബഡീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കാളികളായി. ഇത് 3ാം വർഷമാണ് വേലൂർ RMS ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. സ്കേറ്റിംഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് 7 വയസ്സുകാരി അൻവിത സ്റ്റാലിൻ. ഷാർജ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണിപ്പോൾ. ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്കേറ്റിംഗ് താരമായിരിക്കുന്നു. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ നിന്ന് അൻവിത നേടിയത് 6 ഗോൾഡ് മെഡലും 4 വെള്ളി മെഡലുമാണ്. 2024 എറണാകുളത്ത് നടന്ന ഓൾ കേരള പാർക്ക് സ്ട്രീറ്റ് മത്സരങ്ങളിൽ വെള്ളി മെഡലുകൾ നേടിയാണ് തുടക്കം കുറിച്ചത്. ഈ വർഷം തന്നെ ബംഗളൂരുവിൽ നടന്ന നാഷണൽ ലെവൽ പാർക്കിൽ വെള്ളി മെഡൽ നേടി.
2025 പഞ്ചാബിൽ നടന്ന അഖിലേന്ത്യാ മത്സരത്തിൽ പാർക്കിൽ സ്വർണവും സ്ട്രീറ്റിൽ വെള്ളിയും നേടി. UAEയിൽ പമ്പ് ട്രാക്ക് മത്സരത്തിൽ സ്വർണം നേടി. റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിശാഖപട്ടണത്ത് സംഘടിപ്പിച്ച 63ാം നാഷണൽ സ്കേറ്റ് ബോർഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2025 കേരളത്തിനു വേണ്ടി പാർക്ക് ആൻഡ് സ്ട്രീറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും നേടി. 2 വർഷം മുൻപാണ് സ്കേറ്റിംഗിൽ പരിശീലനം ആരംഭിച്ചത്. വെറും 2 വർഷം കൊണ്ടാണ് അൻവിത ഈ ഉയരങ്ങൾ കീഴടക്കിയത്. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ ഇവൾക്ക് നല്ലൊരു കോച്ചിങ് കൊടുക്കണം. അപ്പോൾ ആ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നല്ല സ്പോൺസർഷിപ്പാണ് നമ്മൾ നോക്കുന്നത്. അതായത് എക്സ്പെൻസീവാണ്. നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിൽ പോകണമെങ്കിൽ പുറത്തുനിന്ന് കോച്ചിനെ കൊണ്ടുവരണം, അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവളെ മാക്സിമം ഉയരങ്ങളെത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളിത് പാതി വഴിയിൽ സ്കിപ്പ് ചെയ്യാനൊന്നും നോക്കണില്ല. അപ്പോൾ അവൾക്ക് സ്പോർട്സിനോടാണ് എപ്പോഴും കുറച്ചൊരു ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു നോർമലി ഒരു വെക്കേഷനിൽ ജസ്റ്റ് ഒരു ടൈം പാസ് പോലെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിൽ പിന്നെ അവൾക്ക് നല്ല ടാലൻ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഇതിലൊരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്, വീഴ്ചകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവളതെല്ലാം അതിൻ്റേതായ ഒരു രീതിയിൽ തന്നെ ഫേസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഇത് അവൾക്ക് പറ്റുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലായപ്പോൾ അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ സ്കേറ്റിംഗ് വീഡിയോ ഷെയർ ചെയ്തതിൽ 2.8 മില്യൺ വ്യൂവേഴ്സിനെയാണ് ലഭിച്ചത്. ബോൾ ത്രോയിങ്, റണ്ണിംഗ് റേസ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, ഹൈ ജമ്പ് തുടങ്ങിയ കായിക ഇനങ്ങളിലും ഈ കൊച്ചുമിടുക്കി മികവ് തെളിയിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡൽ നേടുക എന്നതാണ് തന്റെ വലിയ ആഗ്രഹമെന്ന് അൻവിത പറഞ്ഞു. സ്കേറ്റ് ബോർഡിംഗിൽ, വേൾഡ് സ്കേറ്റിലും ഒളിമ്പിക്സിലും പോയിട്ട് ഗോൾഡ് മെഡൽ എടുക്കണം. സ്ട്രീറ്റ് ആൻഡ് പാർക്ക് കോമ്പറ്റീഷനിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കോമ്പറ്റീഷൻസിലൊക്കെ പോയിട്ട് എനിക്ക് പുതിയ ട്രിക്സ് സ്കേറ്റ് ബോർഡിങ്ങിൽ ഉണ്ടാക്കണം. എൻ്റെ ഓൺ ട്രിക്സ് വേറെ ആൾക്കാർക്കൊക്കെ പഠിച്ചിട്ട് ഇംപ്രൂവ് ആവാൻ പറ്റും സ്കേറ്റ് ബോർഡിങ്ങിൽ. പ്രവാസിയായ ഏങ്ങണ്ടിയൂർ മേലേടത്ത് സ്റ്റാലിൻ ഷിനി ദമ്പതികളുടെ മകളാണ് അൻവിത. സഹോദരൻ ആരോൺ റോളർ സ്കേറ്റിംഗ് പരിശീലനം ചെയ്യുന്നുണ്ട്. TCV തൃപ്രയാർ. സംസ്ഥാന ഫോക്ലോർ അവാർഡ് നേടിയ വല്ലഭട്ട കളരി സംഘത്തിലെ KP കൃഷ്ണദാസ് പണിക്കരെ CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. NK അക്ബർ MLA, ചാവക്കാട് നഗരസഭ നിയുക്ത ചെയർമാൻ AH അക്ബർ, വാർഡ് കൌൺസിലർ P യതീന്ദ്രദാസ് എന്നിവർ ആദരവ് നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ഫിറോസ് തൈപ്പറമ്പിൽ, KS വിഷ്ണു, MP പ്രസന്നൻ, റിയാസ് എന്നിവരും സംസാരിച്ചു. കാട്ടൂർ തെക്കുംപാടത്ത് 4 ഏക്കറോളം നെൽകൃഷി വെള്ളം ലഭിക്കാതെ ഉണങ്ങുന്നു. തേക്കുമൂല സ്വദേശി വിനോദ് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത 4 ഏക്കറോളം സ്ഥലത്തെ 50 ദിവസത്തിലധികം പ്രായമായ നെൽച്ചെടികളാണ് ശരിയായി വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ഉണക്കത്തിലായത്. കർഷക സംഘത്തിന് പണമടച്ചിട്ടും വെള്ളം നൽകാത്തതിനെ തുടർന്നാണ് നെൽകൃഷി ഉണങ്ങാൻ കാരണമെന്ന് വിനോദ് പറഞ്ഞു. ഇതിപ്പോ 55 ദിവസമായി നട്ടിട്ട് 1 മാസമായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളം ഇല്ലാണ്ട് കണ്ടത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിലുള്ള ഞാറുകൾ, നെല്ലുകളൊക്കെ ഇങ്ങനെ ഉണക്കം ബാധിച്ചു തുടങ്ങി. ഇതുവരെയും വെള്ളം ഇന്നടിക്കാം, നാളടിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് നമുക്ക് വെള്ളം കിട്ടുന്നില്ല. ആല ചേറ്റുവ മണപ്പുറം കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് കൊടിയേറി. അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ കൊടിയേറ്റം നിർവഹിച്ചു. PS ഷജിത് അധ്യക്ഷനായി. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം താരാബാബു, NK ഭീതിഹരൻ, അസീസ് പുറക്കുളം, സുനിത ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നക്ഷത്ര പെരിഞ്ഞനത്തിന്റെ വീരനാട്യം അരങ്ങേറി. ഫെസ്റ്റിവൽ 31-ന് സമാപിക്കും. വ്യത്യസ്തവും വർണ്ണനാതീതവുമായ ചിത്രങ്ങളുടെ സമന്വയമായി തൃശൂരിലെ ആവിഷ്കാർ ഫോട്ടോഗ്രഫി പ്രദർശനം. ഫോട്ടോഗ്രാഫി തൊഴിലായി സ്വീകരിച്ച ഒരു കൂട്ടം ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ കണ്ണുകളിലൂടെ പിറവിയെടുത്ത 25ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലും നാനാവർണ്ണങ്ങളിലും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം ഫ്രെയിമുകളുടെ ക്യാൻവാസിൽ കാഴ്ചയുടെ വസന്തം തീർക്കുകയാണ്. ജീവിത നേർക്കാഴ്ചയും പ്രകൃതിയുടെ പരിച്ഛേദവുമായി മാറുന്നതാണ് ഒട്ടുമിക്ക ചിത്രങ്ങളും. ഇവയ്ക്ക് പുറമെ ഫോട്ടോഗ്രാഫർമാരുടെ ആശയാവിഷ്കാരങ്ങൾ ചിത്രങ്ങളായി പ്രതിഫലിപ്പിക്കാനും പ്രദർശനം വേദിയായി. രാജേഷ് നാട്ടിക, അരവിന്ദൻ മണലി, രാജൻ കുറ്റൂർ, മുഹമ്മദ് സഫി, പ്രദീപ് കുന്നമ്പത്ത് എന്നിവരുടെ 5 വീതം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പലതും വിവിധ സംസ്ഥാനങ്ങളിലൂടെ നടത്തിയ യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളാണ്. ഈ കൂട്ടായ്മയുടെ ഒത്തുചേരലിനുള്ള വേദി കൂടിയായി ഫോട്ടോ പ്രദർശനം മാറി. ആവിഷ്കാറിന്റെ 17ാമത് പ്രദർശനമാണിത്. തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്.
ഫോട്ടോ പ്രദർശനം ഈ മാസം 30-ന് സമാപിക്കും. TCV തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഈസ്റ്റ് കോമ്പാറ സ്വദേശി ചെറുപറമ്പിൽ മിഥുനാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട SI-മാരായ അഭിലാഷ്, സോജൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഉയരം കുറവാണെങ്കിലും കായിക രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുകയാണ് പെരിഞ്ഞനം സ്വദേശിയായ ബൈജു. ഇതിനോടകം കൈവച്ച മേഖലകളിലെല്ലാം മിന്നും നേട്ടമാണ് ബൈജു സ്വന്തമാക്കിയത്. പെരിഞ്ഞനം ആറാട്ടുകടവ് ചെമ്പൻ സുബ്രഹ്മണ്യൻ ജാനകി ദമ്പതികളുടെ മകനായ ബൈജു 2010 മുതലാണ് കായിക രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനമാർഗം നേടിയിരുന്ന ബൈജു കഠിന പ്രയത്നത്തിലൂടെയാണ് വിജയവഴികൾ താണ്ടിയത്. ശാരീരിക വൈകല്യമുള്ളവർക്കായി ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതോടെയാണ് ബൈജുവിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയത്. 2013-ൽ അമേരിക്കയിൽ നടന്ന ഡ്വാർഫ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ബൈജുവിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വിലങ്ങുതടിയായി. ഏറെ വിഷമിച്ചെങ്കിലും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ഒരുമിച്ച് ചെലവിനുള്ള പണം കണ്ടെത്തിയതോടെ ഒളിമ്പിക്സിൽ മത്സരിച്ചു. തുടർന്നുള്ള വർഷങ്ങൾ ബൈജുവിൻ്റെ മെഡൽ നേട്ടങ്ങളുടേതായിരുന്നു. 2023-ൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിൻ്റണിൽ സ്വർണവും 2024-ൽ ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിൻ്റണിൽ വെങ്കലവും ബൈജുവിന് സ്വന്തമായി. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെള്ളിയും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും ബൈജു സ്വന്തമാക്കി. ഡ്വാർഫ് ഒളിമ്പിക്സ് ഞങ്ങളുടെ മാത്രം ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്തു. കൂടാതെ ഞങ്ങൾക്കൊരു സ്പോർട്സ് ക്ലബ്ബുണ്ട്. ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉയരം കുറഞ്ഞവരുടെ സ്പോർട്സ് ക്ലബ്ബാണ്. അതിൻ്റെ കോച്ചും അതിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് തലശ്ശേരിയുള്ള റാഷിദ് ആണ്. അതിൽ ഞങ്ങൾ പോലെ ഒരു 30 പേരുണ്ട്. അവരൊക്കെ ഒരു നല്ല സ്പോർട്സ് രംഗത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ബൈജു നിലവിൽ ഉയരം കുറഞ്ഞവരുടെ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബിലെ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ തുടങ്ങിയ പദവികളിൽ സജീവമാണ്. തലശ്ശേരിക്കാരനായ റാഷിദിന് കീഴിലാണ് പരിശീലനം. കായിക മേഖലയിൽ മെഡലുകൾ വാരിക്കൂട്ടുമ്പോഴും വെള്ളിത്തിരയിലും ബൈജു തൻ്റെ സാന്നിധ്യം അറിയിച്ചു. അത്ഭുത ദ്വീപ്, ബെസ്റ്റ് ആക്ടർ, നൈറ്റ് ഡ്രൈവ് എന്നീ സിനിമകളിലും നിരവധി ഹ്രസ്വചിത്രങ്ങളിലും അഭിനയിച്ച ബൈജു സ്പോർട്സും സിനിമയും ഒരുപോലെ തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. 2026-ൽ നടക്കുന്ന ദേശീയ പാരാ ബാഡ്മിൻ്റൺ മത്സരത്തിലേക്കും യോഗ്യത നേടിയിരിക്കുകയാണ് ഈ 43-കാരൻ. TCV കയ്പമംഗലം. ചാലക്കുടി കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം സമാപിച്ചു. ആറാട്ടുകടവിൽ നടന്ന ആറാട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മേൽശാന്തി K. ബാബുലാൽ പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വാമിയുടെ തിടമ്പ് അലങ്കരിച്ച തങ്കത്തേരിലേറ്റി ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചു. തുടർന്ന് കൊടിയിറക്കം, കൊടിക്കീഴിൽ പറ, ആറാട്ടുകഞ്ഞി വിതരണം എന്നിവയും നടന്നു. പ്രസിഡന്റ് KA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AT സാബു എന്നിവർ നേതൃത്വം നൽകി. നെന്മണിക്കര മടവാക്കരയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മണിമുല്ല മനോഹര കാഴ്ചയാകുന്നു. ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ മടവാക്കര മാളിയേക്കൽ പറമ്പിൽ ഷാബുവിന്റെ വീട്ടുമുറ്റവും ടെറസുമാണ് മണിമുല്ല പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നത്. കുലകളായി പൂവിട്ട മണിമുല്ലയിൽ നിന്നുള്ള സുഗന്ധവും ഏവരെയും ആകർഷിക്കുന്നതാണ്. പെയിന്റിംഗ് കലാകാരനും പ്രകൃതി സ്നേഹിയുമായ ഷാബു സഹപ്രവർത്തകനായ ആലപ്പുഴ സ്വദേശി ആന്റണിയുടെ വീട്ടിൽ മണിമുല്ല പൂത്തു നിൽക്കുന്നത് കണ്ടാണ് അവിടെ നിന്ന് ഒരു തണ്ട് കൊണ്ടുവന്ന് നട്ടത്. 2 വർഷം മുൻപ് നട്ട മണിമുല്ലയുടെ തണ്ട് വീടിന് മുകളിലേക്ക് പടർത്തിവിട്ടെങ്കിലും ഇത്തവണയാണ് പൂവിട്ടത്. 2 ആഴ്ചക്കിടെ വീട്ടുമുറ്റവും ടെറസും മണിമുല്ല പൂക്കളാൽ മൂടിയ നിലയിലാണ്. പോലീസുകാരനായ ഷാബു ജോലിയുടെ തിരക്കിലാകുമ്പോഴെല്ലാം മണിമുല്ല പരിപാലിക്കുന്നത് ഭാര്യ ശ്രുതിയും മക്കളായ ശിവശങ്കറും ശിവദർശും അമ്മയുമാണ്. ഇപ്പൊ ഈ മണിമുല്ല വെച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇത്രയും നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ച് വന്നപ്പോൾ പൂവിട്ട് നിൽക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുറെ പേര് വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്, സോഷ്യൽ മീഡിയാസിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതൊക്കെ വളരെ സന്തോഷമാണ്. ഓരോരുത്തർ വന്ന് അതിന്റെ തൈയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വരുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കട്ടെ, അത് കാണാനൊരു സന്തോഷമാണല്ലോ. വീട്ടിൽ വിരിഞ്ഞ മണിമുല്ല വസന്തം
കൊഴിയുന്നതിനു മുൻപേ തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷയിൽ ശബരിമലയിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഷാബു. അതേസമയം മണിമുല്ല പൂവിട്ടു നിൽക്കുന്നത് കാണാനെത്തുന്ന സമീപ പ്രദേശത്തുള്ളവരെല്ലാം ഫോട്ടോയും റീൽസുമൊക്കെ എടുത്താണ് മടങ്ങുന്നത്. TCV പുതുക്കാട്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം ക്രിസ്മസ് ആഘോഷം നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ, സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എന്നിവർ നേതൃത്വം നൽകി. തുമ്പൂരിലെ മുത്തശ്ശിമാവിൽ ഇപ്പോഴും മാമ്പഴക്കാലം. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുകയാണ് ഈ മാമ്പഴ രുചി. തുമ്പൂരിലെ കളരിക്കൽ തറവാട്ടുപറമ്പിലാണ് ഈ മുത്തശ്ശി മാവുള്ളത്. മാവിന്റെ പ്രായം സംബന്ധിച്ച് മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുണ്ടെന്ന് തറവാട്ടിലെ പിന്മുറക്കാരനായ 70-കാരൻ മോഹൻദാസ് പറഞ്ഞു. ഞങ്ങളുടെ തറവാട്ടുക മാവാണത്. ഒരു 200 വർഷത്തിന് മേലെ ഉണ്ടാവും പഴക്കം. അച്ഛൻ്റെയും അത്താത്തൻ്റെ ഒക്കെ പ്രായത്തിൽ ഈ മാവുണ്ട്. ഇത്രയും തന്നെ ഉണ്ട് മാവ്. കുട്ടി സ്കൂള് തൊട്ടടുത്ത് സ്കൂളാണ്. സ്കൂൾ കുട്ടികൾ മാവ് മെറിയിലും എറിഞ്ഞ് വീഴ്ത്തി മാങ്ങ ഒക്കെ പറക്കിട്ട് തിന്നാറുണ്ട് അവർ. തുമ്പൂരിലെ 2 വിദ്യാലയങ്ങൾക്ക് സമീപത്തായുള്ള മാവിൽ നിന്നുള്ള മാമ്പഴത്തിന്റെയും പച്ചമാങ്ങയുടെയും രുചിയേറിയാത്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. മാമ്പഴമായും അച്ചാറായും നിരവധി പേരാണ് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. 2 വിദ്യാലയങ്ങളിലെ തലമുറകളിലെ പഠനം നടത്തിയിരുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ മാമ്പഴക്കാലം ആസ്വദിച്ചിട്ടുള്ളത്. നാട്ടുകാർക്കും നിരവധി നല്ല അനുഭവങ്ങളാണ് ഈ മുത്തശ്ശി മാവിനൊപ്പം തഴച്ചു വളർന്നിട്ടുള്ളത്. TCV ന്യൂസ്, മാള. എടക്കഴൂർ പഞ്ചവടി ക്ഷേത്രത്തിനു സമീപം വീട്ടിൽ നിന്ന് അണലിയെ പിടികൂടി. പഞ്ചവടി കുറുപ്പം വീട്ടിൽ ഉസ്മാന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. സ്നേക് കേച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ പാമ്പിനെ പിടികൂടി. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,735 രൂപ, പവന് 1,01,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. A പ്രസാദ് ഡെപ്യൂട്ടി മേയർ. എതിർപ്പുകളില്ലാതെയാണ് തീരുമാനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ജില്ലയിലെ നഗരസഭകളിലേക്കുള്ള അധ്യക്ഷന്മാർക്കുള്ള ചർച്ച സജീവം. 3 നഗരസഭകളിലെ അധ്യക്ഷ പദവികളിൽ തീരുമാനമായി. ചാലക്കുടിയിൽ തർക്കം രൂക്ഷം. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണയിൽ ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനയിൽ പങ്കെടുത്ത് വിശ്വാസികൾ. പുത്തൻപീടികയിൽ അപകടത്തിൽ ബുള്ളറ്റ് യാത്രികനായ യുവാവ് മരിച്ചു. അന്തിക്കാട് സ്വദേശി റിപ്സ് ആണ് മരിച്ചത്. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 240 രൂപ കൂടി 1,02,120 രൂപയായി. 1 ഗ്രാമിന് 12,765 രൂപ. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.